എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫും ഞാനും തമ്മിൽ മാനസികമായിട്ട് ഒരുപാട് അകന്നിട്ടാണ് കഴിയുന്നത്. 2 വർഷം മുമ്പ് വരെ എവിടെ പോവുകയാണെങ്കിലും ഞങ്ങളുടെ വണ്ടിയിൽ ഒരുമിച്ചിട്ടാണ് പോയിരുന്നത്. ഇപ്പോൾ അങ്ങനെയില്ല. എവിടെ വെച്ചാണെങ്കിലും ഞാൻ ഭംഗിയില്ലാത്തതിന് കളിയാക്കുക, ഞാൻ എന്ത് സാധനം കണ്ടാലും അത് കൈക്കലാക്കും എന്ന രീതിയിൽ സംസാരിക്കുക. അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും അങ്ങനെയുള്ള പെരുമാറ്റം. ഇതൊക്കെ കാരണം അകന്നു അത്യാവശ്യത്തിന് അവരുടെ വീട്ടിൽ പോകാറുണ്ട്. 25 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞാൻ കള്ളത്തി എന്നതിൻ്റെ ഒരു തെളിവ് ആരും കൊണ്ടുവന്നിട്ടില്ല. മക്കളില്ലാത്ത ജീവിതമാണ് എൻ്റേത്. ആ വിഷമത്തിൽ കഴിയുന്ന എന്നെയാണ് ഇങ്ങനെ പറയുന്നത്. കഴിഞ്ഞ നവംബറിൽ അവർ ഉംറക്ക് പോയിരുന്നു. എന്നെക്കൊണ്ട് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ അടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നാണ് സഹോദരി ചോദിക്കുന്നത്. പൊതുവെ ധാരാളം സഹോദരിമാർ നിരന്തരം ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഈ പിണങ്ങി കഴിയുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ. അത് ഈ മാനുഷിക ബന്ധങ്ങളിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമ്മൾ വളരെ സ്നേഹത്തിൽ അടുത്ത് ഇടപഴകുന്ന ആളുകൾ പിണങ്ങിയാൽ അത് ഭയങ്കര മനസ്സിനെ സ്വാധീനിക്കും. ഇപ്പം ചില പെൺകുട്ടികളൊക്കെ നമ്മളെ ഒരു ഡിപ്രഷനായിട്ട് കൊണ്ടുവരുമ്പോൾ അവർക്കൊക്കെ അവിടെ ഹോസ്റ്റലിലൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ അവരുടെ സ്കൂളിലൊരു ഫ്രണ്ടോ ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ അത് അവരെ മാനസികമായി തളർത്തും. എത്രയോ പെൺകുട്ടികൾ അങ്ങനെ മാനസികമായി തളർന്നു പോയവർ. ഇവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളെന്താ വെച്ചാൽ ചില ആളുകളുടെ സ്വഭാവങ്ങളിൽ എപ്പോഴും ചില പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ചില തെറ്റായ സംസാരത്തിൻ്റെ 3 ശൈലികളെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ സർസാറൂന എന്ന് പറയും, വെറുതെ വർത്തനം. അങ്ങനത്തെ ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും, അവർ പറയുന്ന പല വാക്കുകളും നമ്മളെ നോവിക്കുന്ന വാക്കുകളായിരിക്കും. അതാണ്. പിന്നെ മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും അപകടകരമായ സംസാരമാണ്. മൂന്നാമത്തൊരു സംസാരമാണ് ഇതിലേറ്റവും മാരകം. അത് ഈ തലത്തിലുള്ളതാണ്. അതായത് നമ്മളൊരു വലിയ ആളാണ് എന്ന നിലയ്ക്ക് മറ്റുള്ളവരെയൊക്കെ നമ്മൾ ചെറുതായി പരിഹസിച്ച് അവരുടെ തകരാറുകൾ ചൂണ്ടിക്കാണിച്ച് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കും. അത് വളരെയധികം മോശപ്പെട്ടൊരു സംസാര രീതിയാണ്. അപ്പോൾ ഇങ്ങനത്തെ സംസാരങ്ങളുള്ള ആളെ കൂടെ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരാൾ സംസാരിക്കണ എപ്പോഴും ഒരു ഷെയറിങ്, വർത്താനം പറയുന്നതിലൂടെ ഒരു ആശ്വാസം കണ്ടെത്തുക എന്നല്ലേ വിചാരിക്കണം. അപ്പോൾ ഇങ്ങനത്തോടൊക്കെ നമ്മൾ സംസാരിക്കും തോറും നമ്മൾ കൂടുതൽ ഫീലിങ്ങിലേക്കും കൂടുതൽ വിഷമത്തിലേക്കും നിരാശയിലേക്കും ഒക്കെയാണ് പോവുക. അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ടത് ഇത് ഇവരുടെ ഒരു പ്രശ്നമൊന്നുമല്ല. നമ്മൾ പെരുമാറുന്ന വ്യക്തിയുടെ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കുക. അപ്പം അയാളുമായി ബന്ധങ്ങൾ പുലർത്തി കൊണ്ടുപോകുന്നത് കൊണ്ട് നമുക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രം ആ ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ലൈവാക്കി നിർത്തിയാൽ മതി. നമ്മൾ തെറ്റാൻ പോകണ്ട. നമ്മൾ മിണ്ടാത്തവരൊക്കെ തെറ്റിയവരല്ലല്ലോ. നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ബന്ധപ്പെടുന്ന എത്ര ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ അതേപോലെ ഒരു ബന്ധമായി കൂട്ടിയാൽ മതി. ഇത് മനസ്സിലായില്ലേ? അതല്ലാതെ നമ്മൾക്കൊരു ഗുണകരമായി നമ്മൾ സംസാരിക്കാത്ത ആളുകളുമായി നിരന്തര ബന്ധം പുലർത്തുമ്പോൾ ആ ബന്ധങ്ങൾ മുഴുവനും നമ്മളെ നിരാശപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സഹോദരിയായിട്ട് എന്ത് ചെയ്യാം, ഒരു അകലത്തിൽ നിൽക്കട്ടെ. അവരും അങ്ങനെയാണല്ലോ നിൽക്കുന്നത്. ഒരു ഭയങ്കര ബന്ധത്തിന് വേണ്ടി പോകണ്ട. എന്നാലൊരു ബന്ധക്കുറവുള്ള പോലെ ഒരിക്കലും അവർക്ക് തോന്നും വേണ്ട. ആ നിലക്കൊരു സമീപനത്തിൽ നിന്നാൽ അവരിന്ന് വരുന്ന ഉപദ്രവങ്ങൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒഴിവാക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ.